ഈ സുവിശേഷം എങ്ങനെ പറയാതിരിക്കും? എങ്ങനെ പ്രസംഗിക്കാതിരിക്കും? സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ ദൈവത്തെ മനുഷ്യനറിയാതെ അവൻ്റെ സ്പിരിറ്റ് നിത്യനരകാഗ്നിയിൽ കിടക്കേണ്ടി വരും. അങ്ങനെ പോകാതിരിക്കേണ്ടതിനും ദൈവത്തോട് അടുപ്പിക്കുവാനുമാണ് സുവിശേഷത്തെ വെളിപ്പെടുത്തുന്നത്. ഈ സുവിശേഷത്തെ തടയുവാൻ ഈ ലോകത്തിലെ മതങ്ങൾക്കോ ജാതികൾക്കോ വംശങ്ങൾക്കോ ഭരണകർത്താക്കൾക്കോ രാഷ്ട്രീയക്കാർക്കോ ആർക്കും സാധ്യമല്ല. ഇത് ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല. ദൈവത്തിൻ്റെ മേൽ അധികാരമുള്ള ഒരു സൃഷ്ടിയുമില്ല. ഇത് മനസ്സിലാക്കാതെ സുവിശേഷത്തെ തടുക്കുന്നവർ മനുഷ്യരെ നിത്യ നരകാഗ്നിയിൽ കൊണ്ടെത്തിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിക്കാൻ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സുവാർത്ത പറയുവാൻ എല്ലാ ക്രിസ്ത്യാനികളും, ക്രിസ്തുവിനെ അനുകരിക്കുന്ന എല്ലാവരും അതീവ ധൈര്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ, പരിശുദ്ധാത്മാവിനാൽ ദൈവശക്തി ധരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനവുമായി, കർത്താവിൻ്റെ സാക്ഷിയായി യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ട് ലോകത്തെ സുവിശേഷീകരിക്കുക. ചെവിയുള്ളവൻ കേൾക്കട്ടെ. രക്ഷ പ്രാപിക്കേണ്ടവർ രക്ഷ പ്രാപിക്കട്ടെ. പ്രാപിക്കാൻ മനസ്സില്ലാത്തവർ ശിക്ഷ അനുഭവിക്കട്ടെ.